بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. അള്ളാഹുമായിട്ടുള്ള കുർബത്ത് ആ നിയ്യത്തുള്ളതോടുകൂടെ മറ്റൊരു കാര്യം കൂടെ ഇയാളുടെ പ്രവർത്തനത്തിന്റെ ബാഹസ് പ്രേരണയായിട്ട് വരുന്നതിനെ കുറിച്ചുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ കുർബത്ത് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ശരിക്കും ഫസ്റ്റ് നമ്പറിൽ അതാണ്. അതിനോടൊപ്പം വേറെ ഒന്നും കൂടെ ചേർന്ന് വരുന്നു, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഔ ഹജ്ജ അല്ലെങ്കിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തു. മാഷിയൻ നടന്ന നിലയിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തു. എന്തിനാ നടന്ന് ഹജ്ജ് ചെയ്തത്? ലിയുഖഫിഫ അൻ നഫ്സിഹി, അയാളുടെ നഫ്സിനെ തൊട്ട് അയാൾ ഖഫീഫാക്കാൻ വേണ്ടി. അൽ ഖിറാ, വണ്ടിയിൽ പോകാനുള്ള വാടക, വാഹന വാടക, അത് കുറയ്ക്കാൻ വേണ്ടി നടന്ന് ഹജ്ജ് ചെയ്തു. അല്ലെങ്കിൽ തവല്ല, അയാള് വുളൂ ചെയ്തു. ലിയതനല്ലഫ ഔ യതബറദ, അയാൾക്ക് വൃത്തി ഉണ്ടാകാൻ അല്ലെങ്കിൽ തണുപ്പുണ്ടാകാൻ വേണ്ടി. വൃത്തി ഉണ്ടാകണം അല്ലെങ്കിൽ തണുപ്പിന് വേണ്ടി വുളൂ ചെയ്തു. അവ്യക്തസല, അല്ലെങ്കിൽ അയാൾ കുളിച്ചു. ലി തതയ്യുബി റായിഹതിഹി, അയാളുടെ വാസന സുഗന്ധമാകാൻ വേണ്ടി, സുഗന്ധം ശരീരത്തിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടി അയാൾ കുളിച്ചു. നല്ല നിയ്യത്തല്ല. അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ജുമ്മയ്ക്ക് കുളിച്ചു. ജുമ്മയ്ക്ക് കുളിക്കൽ സുന്നത്താന്നിലേക്ക് കൂടി അല്ല കുളിച്ചത്. ഇങ്ങനെ ഈ പറഞ്ഞ നിയ്യത്ത് കൂടെ അതിൽ കൂടുതൽ വന്നു. ഉദാഹരണം. അല്ലെങ്കിൽ റവൽ ഹദീസ, അയാൾ ഹദീസ് നിവേദനം ചെയ്തു. നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഈ പഠിപ്പിക്കുന്നതൊക്കെ. എന്ത് നിയ്യത്ത? അല്ലാഹു ആലം. ഹദീസ് റിവായത്ത് ചെയ്തു. ലിയോറഫ, അയാൾ അറിയപ്പെടാൻ വേണ്ടി. ഒലുവുൽ ഇസ്നാദി, ഒലുവുൽ ഇസ്നാദ് കൊണ്ട്, ഉയർന്ന സഹിഹായ ഉയർന്ന സനദിന്റെ ഉടമയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഫിൽ മസ്ജിദി, അല്ലെങ്കിൽ അയാൾ പള്ളിയിൽ പോയി ഇഅ്തികാഫിരുന്നു. എന്തിനാ ഇഅ്തികാഫിരുന്നത്? ലിയുഖഫിഫ ഖിറാ അൽ മസ്കനി, താമസ സ്ഥലത്തിന്റെ വാടക കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ കാലഘട്ടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ വാടക കുറഞ്ഞു കിട്ടാൻ വേണ്ടി ദിവസ വാടകയായിരിക്കാം, മസ്കനിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന വാടക കുറയ്ക്കാൻ വേണ്ടി പള്ളിയിൽ പോയി ഇഅ്തികാഫിരുന്നു. ഉദാഹരണം. അല്ലെങ്കിൽ സ്വാമ, അദ്ദേഹം നോമ്പ് നോറ്റു. ലിയുഖഫിഫ അൻ നഫ്സിഹി, അയാളുടെ നഫ്സിനെ തൊട്ട് അയാൾ ഖഫീഫാക്കാൻ വേണ്ടി. തറദ്ദുദ ഫീ തബ്ഖി തആമി, തആമുണ്ടാക്കുന്നതിലുള്ള തറദ്ദുദിനെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരിക, അത് ഒഴിവാകാൻ വേണ്ടി. അല്ലെങ്കിൽ യതഫറഗൽ ലി അശ്ഗാലിഹി, അയാളുടെ മറ്റു ചില ജോലികൾക്ക് വേണ്ടി അയാൾ ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി. ഇപ്പൊ വേറെ ജോലികളിലേക്കൊക്കെ ഒഴിഞ്ഞു കിട്ടുക. നോമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ജോലികൾക്ക് സമയം കിട്ടത്തില്ല. ഉദാഹരണമായിട്ട് ഓഫീസ് വർക്കാണ്, ഓഫീസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഏതായാലും നോമ്പ് പിടിച്ചു. പല യശ്ഗലുഹു, അപ്പൊ അയാൾ ജോലിയാക്കുകയില്ല. അല്ല അക്കലു, ഭക്ഷണം, അൻഹ, ഈ ജോലികളെ തൊട്ട്, അയാളുടെ പ്രധാനപ്പെട്ട ജോലികളെ തൊട്ട് ഭക്ഷണം അയാൾ ജോലിയാക്കത്തില്ല. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ നോമ്പ് പിടിച്ചു. ഉദാഹരണം. അല്ലെങ്കിൽ തസദ്ദഖ, അയാൾ സദഖ ചെയ്തു. അലസാനി, ചോദ്യകർത്താവിന്. എന്തിനാ ധർമ്മം ചെയ്തത്? അയാൾ മുറിക്കാൻ വേണ്ടി. ഇബ്രാമഹു, ഈ ചോദ്യകർത്താവിന്റെ ഈ നിർബന്ധിച്ചുള്ള ചോദ്യത്തിനെ മുറിച്ചു കളയാൻ വേണ്ടി. ഫിസ്വാലി, ചോദ്യത്തിൽ മടിപ്പിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക, അതിനെ മുറിച്ചു കളയാൻ വേണ്ടി. അന്നൻ നഫ്സി, തന്നെ തൊട്ട്. അപ്പൊ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ വരികയും ചോദിക്കുകയൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ആ രംഗം രക്ഷപ്പെടാം, അതിനു വേണ്ടി കൊടുക്കുന്നു. അല്ലെങ്കിൽ യഹൂദ് മരീദൻ, ഒരു രോഗിയെ അയാൾ സന്ദർശിക്കുന്നു. ലിയുആദ ഇദാ മരിദ, ഇയാൾ രോഗിയായാൽ സന്ദർശിക്കാൻ ആളുണ്ടാവണം, അതിനുവേണ്ടി സന്ദർശിക്കുന്നു. ഔ യുശയ്യ ജനാസത്തൻ, അല്ലെങ്കിൽ ജനാസയുടെ തശീഉൽ, അയാൾ ജനാസയുമായി തജ്ഹീസിൽ പങ്കെടുക്കുന്നു.
ജനാസയ്ക്ക് അകമ്പടി സേവിക്കുന്നു. ലിയുശയ്യ ജനാസത്തു അഹ്ലിഹി, അയാളുടെ കുടുംബക്കാരുടെ ജനാസകൾക്ക് അകമ്പടി സേവിക്കാൻ ആളുണ്ടാകണം. അതിനുവേണ്ടി അയാൾ ഒരാളുടെ ജനാസയ്ക്ക് അകമ്പടി സേവിക്കുന്നു. അല്ലെങ്കിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നും അയാൾ ചെയ്യുന്നു. ലിയോറഫ ബിൽ ഖൈരി, അയാളെ അറിയപ്പെടാൻ വേണ്ടി അയാൾ വലിയ നന്മ ചെയ്യുന്നവനാണെന്ന്. വയുദുക്കറബിയ, അതിനെക്കുറിച്ച് അയാൾ ആ വിഷയം പറഞ്ഞിട്ട്, ആ ഖൈറ് പറഞ്ഞിട്ട് അയാളെ ഓർമ്മിക്കപ്പെടാൻ വേണ്ടി, ജനങ്ങളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ചെയ്യുന്നു. വയുന്തറയിലെ അയാളുടെയൊക്കെ നോക്കപ്പെടാൻ വേണ്ടിയും ബ്യായിനി സ്വലാഹി വൽ വക്കാരി, നന്മയുടെയും വക്കാറിന്റെയും കണ്ണുകൊണ്ട് ഇയാൾ വലിയ പുള്ളിയാണ്, നന്മ ചെയ്യുന്ന ആളാണ്, അതിനുവേണ്ടി അയാൾ അമൽ ചെയ്യുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ദർസ് എടുക്കുന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അപ്പൊ മഹമാക്കാന ബാഹസുഹു, അപ്പൊ അയാളെ പ്രേരിപ്പിക്കുന്ന വസ്തു ആയാൽ അത് തഖറുബ ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള തഖറുബായി. എന്നിട്ട് വലാക്കിൻ, പക്ഷേ ഇൻലാഫി അതിലേക്ക് ചേർന്ന് വന്നു. ഖത്രത്തു മിൻ ഹാദിഹിൽ ഖത്റാത്ത്, ഈ ചിന്തകൾപ്പെട്ട ഏതെങ്കിലും ചിന്ത ഇതിലേക്ക് ചേർന്ന് വന്നു. ഹത്ത, അങ്ങനെ സാറൽ അമലു, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയായി അഖഫ അയാൾക്ക് വളരെ ലഘുവായതായി ബി സബബി ഹാദിഹിൽ ഉമൂരി, ഈ കാര്യങ്ങൾ ചേർന്ന് വന്ന കാരണത്താൽ പ്രവർത്തനം വളരെ എളുപ്പമായി. അപ്പോൾ ഫഖദ് ഖറജ അമലുഹു, അങ്ങനെ വരുമ്പോൾ അയാളുടെ അമല് പുറത്തു പോകും. അൻ ഹദ്ദിൽ ഇഖ്ലാസി, ഇഖ്ലാസിന്റെ പരിധിയെ തൊട്ട് പുറത്തു പോകും. ഖറജ, അമല് പുറത്തു പോകും. മിൻ അൻ യകൂന ഖാലിസൻ, അത് ഖാലിസാകുന്നതിനെ തൊട്ട്, ലി വജ്ഹില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി ഖാലിസാകുന്നതിനെ തൊട്ട് അത് പുറത്തു പോകും. തതറക ഇലൈഹി ശിർക്ക്, ശിർക്ക് അവനിലേക്ക് ഒഴിച്ചു വരും, ശിർക്ക് അവനിലേക്ക് കടന്നു വരും. തതറുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒഴുകിയെത്തുക, അവനിലേക്ക് ഒഴിച്ചു വരും. വഖദ് ഖാല തആല അന അഗ്ന ശുറകാഇ അനി ശരിക്കത്തി, അല്ലാഹു തആല പറഞ്ഞതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതാണ് ഖുദ്സിയ ഹദീസ്. ശുറകായിൽ വെച്ച് ഞാൻ ഏറ്റവും ഖനിയാണ്, അനി ശിർക്കത്തി, ശിർക്കത്തിനെ തൊട്ട്. ശരീക്കന്മാര് തന്റെ ശരീക്കന്മാരെ തൊട്ട് ഖനിയാകത്തില്ല, ഫക്കീറാകും. ഇയാൾക്ക് ആ ശരീക്ക് ആവശ്യമാണ്. പക്ഷെ അള്ളാഹു മുഴുവൻ ശരീക്കന്മാരെ തൊട്ടും ഖനിയാണ്, അവരുടെ ശിർക്കത്തിനെ തൊട്ട് അള്ളാഹു ഖനിയാണ്. വബിൽ ജുംല, പൊതുവെ കുല്ലു ഹദ്ദിൻ മിൻ ഹുദൂദി ദുനിയ, ദുന്യാവിന്റെ ഓഹരിയിൽപ്പെട്ട എല്ലാ ഓരോ ഓഹരിയും, അങ്ങനത്തെ ഓഹരി തസ്തരിഹു ഇലൈഹി നഫ്സു, നഫ്സ് അതിലേക്ക് ഇസ്തിറാഹത്ത്, റാഹത്തിലാകും, അതിലേക്ക് ഒരു ആശ്വാസം അനുഭവിക്കും. യമീലു ഇലൈഹിൽ ഖൽബു, ഖൽബ് അതിലേക്ക് ചായും. കല്ല അം കസുറ, അത് കൂടുതലാവട്ടെ കുറഞ്ഞതാവട്ടെ ആ ചായ്വുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളത് ഇതാ തതറക്ക, അങ്ങനെയുള്ള ഏതെങ്കിലും ഹദ്ദുകള് ഇതാ തതറക്ക ഇലൽ അമലി, അമലിലേക്ക് ഒഴുകിയെത്തിയാൽ തഖദ്ദറ ബിഹി, അതുകൊണ്ട് കലർപ്പുള്ളതാകും. സഫുഹു, ആ അമലിന്റെ തെളിച്ചം കലർപ്പുള്ളതായി മാറും. വസാല ബിഹി, അതുകൊണ്ട് നീങ്ങിപ്പോവും. ഇഖ്ലാസുഹു, അയാളുടെ ഇഖ്ലാസ് നീങ്ങിപ്പോവും. വൽ മനുഷ്യൻ മുർത്തബിത്തുൻ ഫി ഹുദൂദ്, മുർത്തബത്തുൻ ഫി ഹുദൂദിഹി, അയാളുടെ ഹദ്ദുകളിൽ ബന്ധിതനാണ് മനുഷ്യൻ, ഓഹരികളിൽ അവൻ അതിൽ ബന്ധിതനാണ്. മുൻഗമിസുൻ ഫി ശഹവാതിഹി, അവന്റെ ഇച്ഛകളിൽ അവൻ മുങ്ങിത്താഴുന്നവനാണ് മനുഷ്യൻ. ഖല്ലമാ യൻഫഖു ഫിഅലുൻ മിൻ അഫ്ആലിഹി, അവന്റെ ഫിഅലിൽപ്പെട്ട ഏതെങ്കിലും ഫേല് ഒഴിവാകൽ, നീങ്ങിപ്പോകൽ കുറവാണ്. ഇബാദത്തും മിൻ ഇബാദാത്തിഹി, അവന്റെ ഇബാദത്ത് ഏതെങ്കിലും ഇബാദത്ത് നീങ്ങിപ്പോകൽ കുറവാണ്. അൻ ഹുദൂദിൻ, ഹദ്ദുകളെ തൊട്ട്, ഇതുപോലുള്ള ദുന്യവിയായ ഓഹരികളെ തൊട്ട്. വഅഗ്റാദിൻ, ഇതുപോലുള്ള ലക്ഷ്യങ്ങളെ തൊട്ടും. ആജിലത്തായ ലക്ഷ്യം, ഇപ്പൊ കിട്ടണമെന്നുള്ള. മിൻ ഹാദിഹിൽ അജ്നാസ്, ഈ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും എല്ലാം ചിന്തകൾ മനുഷ്യനിൽ വന്നുകൊണ്ടേയിരിക്കും, വരാതിരിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. ഇക്കാരണത്താൽ കീല പറയപ്പെട്ടിരിക്കുന്നു, മൻ സലിമ ലഹു, ആർക്കെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ, അവന്റെ ആയുസ്സിൽ നിന്നും ലഹളത്തുൻ വാഹദത്തുൻ, ഒറ്റ ഒരു ലഹള, ഒരു നിമിഷം അവന് രക്ഷപ്പെട്ട് കിട്ടിയാൽ, ഖാലിസത്തുൻ ലിവജ്ഹില്ലാഹി, ഖാലിസത്തൻ ലിവജ്ഹില്ലാഹി, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി തെളിഞ്ഞ നിലയിൽ ഒരു ലഹള, ഒരു നിമിഷം അവന് രക്ഷപ്പെട്ട് കിട്ടിയാൽ നജാ, അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടാനാണ് ബുദ്ധിമുട്ട്. അതായിരിക്കും അങ്ങനെ പറയാൻ കാരണം ഇഖ്ലാസ്, ഇഖ്ലാസ് വളരെ കുറവാകുന്ന കാരണത്താലാണ്. അതുപോലെ തന്നെ അസിരി തൻഖിയത്തിൽ ഖൽബി, ഖൽബിനെ ശുദ്ധീകരിക്കൽ ബുദ്ധിമുട്ടാണ്. അൻഹാദിഹി ശവാഇബി, ഈ കലർപ്പുകളെ തൊട്ട് ഖൽബുകളെ ശുദ്ധീകരിക്കൽ ബുദ്ധിമുട്ടാണ്. മറിച്ച് അൽ ഖാലിസു, ഖാലിസ് എന്ന് പറഞ്ഞ അവൻ അല്ലെങ്കിൽ ഒരാളാണ്. ലാ ബാഅ സാലിഹി,
അയാളുടെ മേൽ ഒരു പ്രേരിപ്പിക്കുന്ന കാര്യവുമില്ല. എന്തല്ലാതെ ലാ ഇല്ലാ തലബുൽ ഖുറബി മിനല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിനുള്ള തേട്ടമല്ലാണ്ട് അയാൾക്ക് ഒരു ഭാവസ്വമില്ല. അങ്ങനത്തെ അതാണ് യഥാർത്ഥ ഖാലിസ്. വഹാദിൽ ഹുദൂദു. അപ്പൊ ഈ ഹള്ളുകള്, ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഓഹരികള്, ഇൻകാനത്ത് ഹിയൽ ബാഹസത്ത, അതാണ് പ്രേരിപ്പിക്കുന്ന കാര്യമെങ്കിൽ വഹദ, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിലില്ല. ഈ പറഞ്ഞ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് അയാൾ അമലിനെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ ഫലാ യഖ്ഫാ ശിദ്ദത്തുൽ അംരി, കാര്യത്തിന്റെ കാഠിന്യം ലഘുവാവുകയില്ല, അവ്യക്തമാവുകയില്ല അലാ സാഹിബായി ചെയ്യുന്ന ആളുടെ മേൽ ഫിഹ, ഈ ബാഹസത്തിൽ അയാൾ ചെയ്യുന്ന ആളുടെ മേൽ കാര്യത്തിന്റെ ഗൗരവം അത് അവ്യക്തമാവുകയില്ല, അഥവാ അവൻ അതിന്റെ ഗൗരവം അനുഭവിക്കേണ്ടി വരും. അത് മാത്രമാണ് പ്രേരണയെങ്കിൽ. പക്ഷെ നമ്മൾ പറയുന്ന അതല്ല, രണ്ട് കാര്യം, അള്ളാഹുവിന്റെ തഖറുബോട് കൂടെ മറ്റതും കൂടെ വന്നാലുള്ള കാര്യമാണ് പറയുന്നത്. വൈന്നമാ നദർന, നാം ചിന്തിക്കുന്ന ഫീമ ഒരു കാര്യത്തിലാണ്, ഇതാക്കാനൽ ഖസ്ദുൽ അസ്ലിയു, അസ്ലിയായ ലക്ഷ്യം തഖറുബ, അത് തഖറുബാണ് ആണ് എങ്കിലുള്ള ആണ്, അങ്ങനെയുള്ള ഒന്നിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വല്ലാഫത്തിൽ അതിലേക്ക് ചേർന്ന് വന്നു അതിൽ ഉമൂറു, ഈ കാര്യങ്ങൾ തഖറുബ് ഇല്ലാതെന്നല്ല, തഖറുബ് ഉണ്ട്, അതിനോടൊപ്പം ഇത് ചേർന്ന് വന്നു. സുമ പിന്നീട് ഈ ശവാഇബു, ഈ കലർപ്പുകൾ ഇമ്മ ഒന്നുകിൽ അന്തക്കൂൻ, അതാകും ഫീ റുത്തുബത്തിൽ മുവാഫക്കത്തി, മുവാഫക്കത്തിന്റെ പദവിയിലാകും. നേരത്തെ വന്നു പോയതാണ് മുവാഫക്കത്ത് എന്ന് പറഞ്ഞാൽ നല്ല ചിന്ത, അതിനോടൊപ്പം മറ്റു ചിന്തയും കൂടി ചേർന്ന് വന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. പിന്നെ അറഫാ ദിവസത്തെ നോമ്പ്, ആ നോമ്പ് അയാൾ പിടിക്കുന്നു, തക്കറുമ്പോട് കൂടിയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പഥ്യം കാക്കണമെന്ന്, അങ്ങനെ ഒരു നിയത്തും കൂടെ വന്നു, ചേർന്ന് വന്നു രണ്ടും കൂടെ. അപ്പൊ നാളെ നോമ്പ് പിടിക്കണം, നാളെ ഉപവസിക്കുന്നു ഡോക്ടർ പറഞ്ഞു. ഇയാൾ ഉപവസിക്കാൻ പോകുമ്പോൾ കാണാതെ അറഫയാണ്, ഇയാൾ അറഫയിൽ നോമ്പ് പിടിക്കുന്നയാളാണ്, ഉദാഹരണം. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തായി, ഈ അറഫയുടെ നോമ്പിനോടുകൂടി ഡോക്ടർ പറഞ്ഞ ഉപവാസം ചേർന്ന് വന്നു. അതാണ് മുവാഫക്കത്തിന്റെ ഋതുബയിലായിരിക്കും, നേരത്തെ പറഞ്ഞു, അതാണിത്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഋതുബത്തിൽ മുഷാറക്കത്തി, മുഷാറക്കത്തിന്റെ ഋതുബയിലായിരിക്കും. അതും ഇപ്പൊ പറഞ്ഞ പോലെ അതും ചിന്തിക്കുന്നു, കരുതുന്നു, ഇതും കരുതുന്നു, തഖറുബും കരുതുന്നു, നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കരുതുന്നു. അതാണ് മുഷാറക്കത്തിന്റെ ഋതുബ. ഔഫി ഋതുബത്തിൽ മുആവനത്തി, അല്ലെങ്കിൽ മുആവനത്തിന്റെ ഋതുബയിലായിരിക്കും. പരസ്പര സഹായം, പരസ്പര സഹായം. ഒരു കാര്യം സ്വന്തമായി ചെയ്യാൻ പറ്റും, ചെയ്യാൻ പോകുമ്പോൾ വേറെ ആളെ വന്ന് സഹായിക്കുന്നു. ഇയാൾ ആവശ്യപ്പെട്ടതല്ല, സ്വന്തമായിട്ട് ഇയാൾ ഒരു നന്മ ചെയ്യുകയാണ്, അതിൽ വേറൊരാളും കൂടെ വന്ന് സഹായിക്കുന്നു. അപ്പൊ അത് ഇയാൾ ആവശ്യപ്പെട്ട കാര്യമല്ല, എന്നാലും അയാളെ വേറൊരാൾ സഹായിക്കുന്നു. അപ്പൊ മുഹാവരത്തായിട്ട് വരുന്നു ഈ കാര്യം, നല്ലതായി എന്ന് മനസ്സിൽ വരും. സബക്കാതെ മുമ്പ് കടന്നുപോയതുപോലെ നീയത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞു പോയതാണ്. വബിൽ ജുംല, ആകെ ചുരുക്കം, നഫ്സി, ഈ നഫ്സിയായ പ്രേരിപ്പിക്കുന്ന കാര്യമാകാം, മിസ്ലൽ ബാഹസി ദീനി, ദീനിയായ പ്രേരണ പോലെ തന്നെ. ദീനിയായ പ്രേരണ എപ്രകാരം മനസ്സിൽ വരുന്നോ അതുപോലെ തന്നെ നഫ്സിയായ പ്രേരണ ഒട്ടും കുറയാണ്ടുണ്ട്. ഉദാഹരണമായിട്ട് ദീനിയായ പ്രേരണ 50%, നഫ്സിയായ പ്രേരണ 50%. അവ അല്ലെങ്കിൽ അക്വാമിന് അതിനേക്കാൾ അക്വയാണ്, ദീനിയായ പ്രേരണയേക്കാൾ അക്വയാണ് ദുന്യവിയായ പ്രേരണ. അവ അല്ലാഹ് അല്ലെങ്കിൽ ബലഹീനമാണ്. ഇങ്ങനെയൊക്കെ ആകാം. വലിക്കുല്ലി വാഹദിന് ഓരോന്നിനുമുണ്ട് ഹുക്കുമുൻ ആഖിറു, വെവ്വേറെ ഹുക്കുമുകളുണ്ട്. കമാസനത് കുറു, നാം അതിനെ പുറകെ പറയും. വൈന്നമൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തഖ്ലീസുൽ അമലി, അമലിനെ ശുദ്ധിയാക്കലാണ്. അൻഹാദി സവാഇബി കുല്ലിഹ, ഈ മുഴുവൻ കലർപ്പുകളെ തൊട്ടും, ഖലീലിഹ വ കസീരിഹ, അതിന്റെ ഖലീലിനെ തൊട്ടും കസീറിനെ തൊട്ടും, ഹത്താ യതജറദ ഫീഹി, അതിൽ അവൻ തനിക്കുന്നതിന് വേണ്ടി, അതിൽ തനിക്കുന്നതിന് വേണ്ടി ഖസ്ദു തഖറുബ്, തഖറുബിന്റെ ഖസ്ദ്, തഖറുബ് അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ആ ലക്ഷ്യം തനിക്കാൻ വേണ്ടി മുഴുവൻ ശവായിബിനെ തൊട്ട് നീക്കുക, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഫലായക്കൂനി ഫി, അയാളിൽ ഉണ്ടാകത്തില്ല ബാഹുസിന് ഒരു പ്രേരക വസ്തുവും ഉണ്ടാവില്ല, സിവാഹു, ഈ തഖറുബ് അല്ലാതെ. ഇത് ഈ പറഞ്ഞ അവസ്ഥ ലാ യുതസവ്വർ, അതിനെ രൂപപ്പെടുത്തപ്പെടുകയില്ല, ഇല്ലാ മിൻ മുഹിബ്ബിൻ ലില്ലാഹി, അള്ളാഹിനെ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നല്ലാതെ. അള്ളാഹു നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്തഹ്തിരിൻ ബില്ലാഹി, പിന്നെ അള്ളാഹുവിലേക്ക് മുസ്തഹ്തിരിൻ ബില്ലാഹി, അള്ളാഹുവിനെ കൊതിക്കുന്നവരിൽ നിന്നുള്ളതല്ല, അല്ലാതെ അള്ളാഹുവിനെ കൊതിക്കുന്നവൻ. മുസ്തഗ്രിഖിൽ ഹമ്മി ബിൽ ആഖിറ,
ആഖിറത്തിനെ കുറിച്ചുള്ള ഹമ്മിൽ മുങ്ങുന്നവനക്കല്ലാതെ ബിഹൈസ് ഈ നിലയിൽ ലം യബ്ക ശേഷിക്കുകയില്ല ഹുബ്ബി ദുന്യാവിന്റെ ഹുബിന് ഈ കൽബ് അയാളുടെ കൽബിൽ ഒരു കറാറും ശേഷിക്കുകയില്ല. ദുന്യാവിന്റെ ഹുബേ അയാളുടെ മനസ്സിലില്ല. ഹത്തായത്തോളം ലാ യുഹബ്ബുൽ അക്കല വ ശുർബ, അക്കിലിനെയും ശുർബിനെ അയാൾ ഇഷ്ടപ്പെടുകയില്ല, അതിനെപ്പോലും ഇഷ്ടപ്പെടുകയില്ല. ബൽ തക്കൂനു റഗബത്ത്, അയാളുടെ റഗബത്താകും ഫീഹി, ഇതില് ഈ തീറ്റയിലുള്ള അയാളുടെ റഗബത്ത് റഗബത്തി അയാളുടെ ആഗ്രഹം പോലെയാകും ഫി ഖളായിൽ ഹാജത്തി. ബാത്റൂമിൽ പോകുന്നതിൽ എന്താണ് മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത്? നിവൃത്തിയില്ലാണ്ടല്ലേ? അതുപോലെ മാത്രമേ ഈ മഹാന്മാർ കഴിക്കുള്ളൂ. മിൻ ഹൈസ്, ഈ നിലയിൽ ഇന്നഹു ലറൂറത്തുൽ ജിബില്ലത്തി, ഇത് ഈ പ്രകൃതിയുടെ ലറൂറത്താണ്. ഏത്? ബാത്റൂമിൽ പോര്. അതുപോലെ തന്നെ പ്രകൃതിയുടെ ലറൂറത്താണ് ഏത്? ഭക്ഷണം കഴിക്കല്. ആ നിലയിലാകും മഹാന്മാർ. ഫലാ യസ്തഹി തആമ, അയാൾ തആമിനെ ഇഷ്ടപ്പെടുകയില്ല. ലിഅന്നഹു തആമാണ് എന്നതിന്റെ പേരിൽ തആമിനെ ഇഷ്ടപ്പെടുകയില്ല. ബൽ മറിച്ച് ലിഅന്നഹു തആമ് യുഖബ്ബിഹി, ഇയാളെ ശക്തിപ്പെടുത്തും അലാ ഇബാദത്തില്ലാഹി, അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ മേൽ എന്നതിന്റെ പേരിലായിരിക്കും അയാൾ ഭക്ഷണത്തിനെ ഇഷ്ടപ്പെടുന്നത്. വയത്തമന്ന, അയാൾ ആഗ്രഹിച്ചു പോകും. അല്ലഹു കുഫിയ, അയാളെ മതിയാക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അയാൾക്ക് മതിയാക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തിനെ? ഷർറൽ ജൂഅ്, വിശപ്പിന്റെ ഷർറ് അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അതിനെ മതിയാക്കപ്പെട്ടിരുന്നുവെങ്കിൽ, വരാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അയാൾ ആഗ്രഹിച്ചു. എന്തിനാ? ഹത്താലാക്കി, തീറ്റയിലേക്ക് ആവശ്യമാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുമ്പോ ഫലാ യബ്കാ ഫി ഖൽബിഹി, അയാളുടെ കൽബിൽ ശേഷിക്കുകയില്ല ഹള്ളും മിനൽ ഫുളൂലി സായിദത്തി അനിൽ ലറൂറ, ലറൂറത്തിനേക്കാൾ സായിദയായ ഒരു അനാവശ്യമായ ഓഹരി അയാളുടെ മനസ്സിൽ ഉണ്ടാവുകയേയില്ല. ഭക്ഷണം ലറൂറത്തിന് വേണ്ടി മാത്രം, അത് അനാവശ്യമല്ലല്ലോ, ആവശ്യമാണ്. വേക്കൂനും കതിറും ലറൂറത്തി, ലറൂറത്തിന്റെ അളവാകും മത്തുരൂപം, അയാളുടെ മത്തുരൂപം, അയാൾ അതിനുവേണ്ടി മാത്രമേ അധ്വാനിക്കുകയുള്ളൂ, ലറൂറത്തായ അളവിനുള്ളത് കിട്ടാൻ. കാരണം ഞാനോ ലറൂറത്തും ദീനിയായ ലറൂറത്താണ്, ഭക്ഷണം കഴിക്കുന്ന ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അലായക്കൂനു, അയാൾക്ക് ഉണ്ടാകത്തില്ല ഹമ്മുൻ, ഒരുവിധ ചിന്തയും ഇല്ലല്ലാഹു തആല, അള്ളാഹു താല അല്ലാതെ വേറെ ഒരു ചിന്തയും അയാൾക്ക് ഇല്ലല്ലാഹു തആല, അള്ളാഹു അല്ലാണ്ട് ഒരു ചിന്തയും അയാൾക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ മസലു ഹാദ ശഖ്സി, ഈ വ്യക്തിയുടെ ഉപമ, മിസ്ലു ഹാദ ശഖ്സി, ഈ വ്യക്തിയെ പോലുള്ളവർ ലവ് അക്കലാൽ തിന്നുകയോ അവ ശരിബ കുടിക്കുകയോ അവ ഖളാ ഹാജത്ത് ബാത്റൂമിൽ പോവുകയോ ഒക്കെ ചെയ്താൽ കാന, അയാളാവും ഖാലിസൽ അമലി, അമല് ഖാലിസായവനാവും. അയാളുടെ തീറ്റയ്ക്കും അയാളുടെ കുടിക്കും അയാളുടെ പിന്നെ ഈ ഖളാഉൽ ഹാജത്ത് പോലുള്ള കാര്യങ്ങൾക്കും ഇഖ്ലാസ്, അത് അമലായിട്ട് മാറും. സഹിഹൻ നിയ്യത്തി, അയാൾ നിയ്യത്ത് സഹിയായവനാകും. ഈ ജമീഉ ഹറകാത്തിഹി വസകനാത്തിഹി, അയാളുടെ മുഴുവൻ ഹർക്കത്തുകളിലും അയാളുടെ മുഴുവൻ സക്കനാത്തുകളിലും. ഫലോ നാമ മസൽ, ഉദാഹരണം അയാൾ ഉറങ്ങിയാൽ ഹത്താ യുരീഹ നഫ്സ്, നഫ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി, വിശ്രമിപ്പിക്കാൻ. എന്തിനാത്? ലിയതഖവ്വല ഇബാദത്തിൽ, ഇബാദത്തിനാക്കി കഴിവുണ്ടാകാൻ വേണ്ടി. ബാദോ, അതിനുശേഷം. അപ്പൊ കാന നൗമുഹു ഇബാദത്തൻ, അയാളുടെ ഉറക്കവും ഇബാദത്താകും. കാന ലഹു, അയാൾക്കുണ്ടാകും ദർജത്തുൽ മുഖ്ലിസീന ഫീ, ഇതിൽ ഇഖ്ലാസ് ഉള്ള അയാളുടെ ദർജ അയാൾക്ക് ലഭിക്കും, ഈ പറഞ്ഞ ആൾക്ക്. വമൻ, ഒരാളിൽ ലൈസ കദാലിക, ഇപ്രകാരം അല്ല എങ്കിൽ ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ ബാദിൽ ഫിൽ അമാലി, അമലുകളിൽ മസ്ദൂദുൻ, അയാളുടെ മേൽ അടയ്ക്കപ്പെട്ടതാണ്. ഇല്ലാ അലൻ നുദുരി, പിന്നെ നാദിറായ നിലയിലല്ലാതെ അപൂർവമായിട്ട് മാത്രമേ ആൾക്ക് അമൽ ചെയ്യാൻ കഴിയുള്ളൂ, ഈ പറഞ്ഞ ചിന്തയില്ലെങ്കിൽ. അപ്പൊ കമാ അന്നമൻ, ഇപ്പോൾ ഒരാള് ഗലബ അലി, അയാളുടെ മേൽ ഗാലിബായി ഹുബ്ബുല്ലാ, അള്ളാഹിനോടുള്ള മഹബത്ത്, ഹുബ്ബുൽ ആഖിറ, ആഖിറത്തിന്റെ ഹുബ്ബും. അപ്പം അങ്ങനെ ഗാലിബായി, എന്നാൽ ഫക്തസബത്ത്, അയാളെ സമ്പാദിച്ചു ഹറക്കാത്തിഹിൽ ഇഅ്തിയാദിയത, ഫക്തസബത്ത് ഹറക്കാത്തുഹുൽ ഇഅ്തിയാദിയതു, പതിവുള്ളതായ അയാളുടെ സാധാരണ ഹർക്കത്തുകൾ സമ്പാദിച്ചു. എന്തിനെ? സിഫത്ത് ഹമ്മിഹി, അയാളുടെ ഹമ്മിന്റെ സിഫത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുടെ സിഫത്തിനെ അത് സമ്പാദിച്ചു. വസാറത്ത്, അത് ഇഖ്ലാസൻ, അപ്പൊ ആ കാര്യം എന്തായി? അത് ആ ഹമ്മിന്റെ സിഫത്ത് എന്തായിട്ട് മാറി? അത് ഇഖ്ലാസായിട്ട് മാറി, അല്ലെങ്കിൽ ആ ഹർക്കാത്തുകൾ അവന് ഇഖ്ലാസായിട്ട് മാറി. അങ്ങനെ ആയതുപോലെ ഫല്ലതി, ഒരാള് യഗ്ലിബു അലാ നഫ്സി, അയാളുടെ നഫ്സിന്റെ മേൽ ഗാലിബാകും. അത് ദുന്യാവ്, വൽ ഉലുവു, ഉയർച്ച, വൽ റിആസത്തു, നേതൃത്വം, വബിൽ ജുംല, മൊത്തത്തിൽ ഗൈറുള്ള, അള്ളാഹ് ഒഴികെയുള്ളത് അയാളിൽ ഗാലിബായി. എന്നാൽ ഫഖദ് ഇക്തസബത്ത് ജമീഉ ഹറക്കാത്തിഹി,
അയാളുടെ ഹർക്കത്തുകളെല്ലാം സമ്പാദിക്കുന്നത് തിൽക്ക സിഫത്തെ, ഇപ്പറഞ്ഞ സിഫത്തിനെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഫലാ തസ്ലമു ലഹു ഇബാദാത്തുഹു, അയാളുടെ ഇബാദത്തുകൾ അയാൾക്ക് രക്ഷപ്പെട്ടു കിട്ടുകയില്ല. മിൻ സൗമിൻ വസലാത്തിൻ വഗൈരി ദാലിക, ഇല്ലാ നാദിറൻ, അപൂർവമായിട്ട് മാത്രമേ അയാൾക്ക് ഇബാദത്ത് രക്ഷപ്പെട്ടു കിട്ടുകയുള്ളൂ. അതിന് അന്നേരത്ത് ഇലാജുൽ ഇഖ്ലാസി, ഇഖ്ലാസിന്റെ ചികിത്സ, അത് ഇഖ്ലാസ് കിട്ടാനുള്ള ചികിത്സ കസ്റു ഹുദൂദിൻ നഫ്സി, നഫ്സിന്റെ ഓഹരികളെല്ലാം പൊട്ടിച്ചു കളയുക. വഖത്ഉ തമഅ അനി ദുന്യാവിനെ തൊട്ടുള്ള പിന്നെ അവന്റെ ആഗ്രഹത്തിന് അവൻ മുറിക്കുക. ദുന്യാവിനെ തൊട്ട് ദുന്യാവിലേക്ക് അവന്റെ ആഗ്രഹം പോകണ്ട. തജറുദിൽ ആഖിറ, തജറുദുലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി അവൻ തനിക്കുക. ഇതാണ് അവന്റെ ചികിത്സ, ഇലാജ് ഇഖ്ലാസിനുണ്ട്. ബിഹൈസ്, ഈ നിലയിൽ, ഏത് നിലയിൽ? യഗ്ലിബു ദാലിക, ഇത് ഗാലിബാകും അലൽ കബയാൽ കൽബിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ആഖിറത്തിന് വേണ്ടിയുള്ള തനിക്കല്, അത് മനസ്സിൽ ഗാലിബാകും. ഫൈദാക, ആ സമയത്ത് യതയസ്സറുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് അവന് എളുപ്പമായി കിട്ടും. വകമ്മിൻ അമാലിൻ, എത്രയോ അമലുകളാണ് യത്അബുൽ ഇൻസാനു ഫിഹാ, അതിൽ മനുഷ്യൻ വല്ലാതെ കഷ്ടപ്പെടും. വയദുന്നു, അയാൾ നന്ദി ചെയ്യും, അന്ന ഖാലിസത്തുൽ വജ്ഹില്ല, ഇത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഖാലിസാന്നൊക്കെ അയാൾ നന്ദി ചെയ്യും. വയകൂനു ഫിഹാ, അയാളിൽ ഉണ്ടാകും, എന്തുണ്ടാകും? മഗ്റൂറുൻ, ചില വഞ്ചനയുടെ ചിന്ത ഉണ്ടാകും. കാരണം അന്നഹു ലാ യറ, അയാൾ കാണുകയില്ല, വജ്ഹൽ ആഫത്തി ഫിഹാ, അവകളിലുള്ള അപകടങ്ങളുടെ കാരണത്തിന് അയാൾ കാണുകയില്ല. കമാ ഹുക്കിയ അൻ ബഅദി, ബഅദിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട പോലെ മഹാന്മാരിൽപ്പെട്ട ഒരാൾ അന്നോക്കാൽ, അദ്ദേഹം പറഞ്ഞു, ഖളൈതു സ്വലാത്ത സലാസീന സനത്തൻ, 30 വരുന്ന നിസ്കാരം ഞാൻ ഖളാ വീട്ടി. എങ്ങനത്തെ നിസ്കാരം? അദ്ദേഹം ഖളാ വരുത്തിയ നിസ്കാരമല്ല, മറിച്ച് കുന്തു സല്ലൈതുഹ, ഞാൻ ഇതിനെല്ലാം നിസ്കരിച്ചിരുന്നു. ഫിൽ മസ്ജിദി, പള്ളിയിൽ, ഫി സഫിൽ അവ്വലി, ഒന്നാമത്തെ സഫിൽ. അതിനെ മൊത്തം ഞാൻ ഖളാ വീട്ടി. കാരണം അന്നി, ഞാൻ തഅഖർതു യൗമൻ, ഒരു ദിവസം ഞാൻ പിന്തി ഉദിരിൻ, ഒരു ഉദറിന്റെ പേരിൽ. അങ്ങനെ സല്ലൈതു ഫി സഫി സാനി, രണ്ടാമത്തെ സഫിൽ ഞാൻ നിസ്കരിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? എന്തായി? ഫഅതറത്തിനി, അപ്പോ എന്നെ പിടികൂടി, ഖജലത്തു മിന്ന, ജനങ്ങളിൽ നിന്നുള്ള ഒരു ലജ്ജ എന്നെ പിടികൂടി. ഞാൻ രണ്ടാമത്തെ സഫിലായപ്പോലെ ജനങ്ങൾ കണ്ട എന്തു പറയും? ഹൈസു റാവുനി, അവരെന്നെ കണ്ട അവസരത്തിൽ ഫി സഫി സാൻ, രണ്ടാമത്തെ സഫിൽ. അപ്പൊ ഇത് എന്റെ മോശമായ ചിന്തയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഫഅറഫ്തു, ഞാൻ അറിഞ്ഞു, അന്ന നളറൻ നാസിലെ, ജനങ്ങൾ എന്നിലേക്ക് നോക്കുന്നത് ഫി സഫിൽ അവ്വലി, സഫിൽ അവ്വലിലുള്ള എന്റെ ജനങ്ങളുടെ എന്നിലേക്കുള്ള നോട്ടം കാന മസറത്ത്, അത് എന്റെ സന്തോഷമാണ്. സബബ ഇസ്തിറാഹത്ത് കൽബ്, എന്റെ കൽബ് റാഹത്താകുന്നതിന് കാരണമാണ്. മിൻ ഹൈസു ലാ അശ്ഉർ, ഞാൻ അറിയാത്ത അവസ്ഥയിൽ. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇഖ്ലാസ് കൊണ്ടെന്നാണ്. ഇത് എന്റെ കുഴപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ 30 വർഷത്തെ നിസ്കാരം ഞാൻ ഖളാ വീട്ടി. മഹാന്മാരുടെ ചിന്ത. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞു തരൽ ഈ പാവപ്പെട്ടൊരു ഇബാദത്തായിക്കോട്ടെ, കേൾക്കുന്ന നിങ്ങൾക്ക് അള്ളാഹു തആല ഇബാദത്താക്കട്ടെ. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ, ഈമാൻ നൽകി ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.